ഹലോ, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാണ്. കഴിഞ്ഞ മാസം എൻ്റെ നിക്കാഹ് കഴിഞ്ഞു. ഞാനും എൻ്റെ വൈഫും ഒരുമിച്ചുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണിത്. തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ട പോലെ മലേഷ്യയിലേക്കാണ് യാത്ര. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടാനില്ലാത്തതുകൊണ്ടും അതുപോലെ ഞാൻ എക്സ്ട്രാ മീലൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടും ഞാൻ എന്തായാലും എയർപോർട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 4-4.5 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോഴേക്ക് വിശക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് കരുതിയിട്ട് എയർപോർട്ടിലുള്ള ചിക്കിങ്ങിൽ കയറിയിട്ട് 2 മീൽ ഓർഡർ ചെയ്തു. ഭക്ഷണം എന്തായാലും ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. 9:30 എടുക്കേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. എയർപോർട്ട് എത്തുന്നതിന് മുമ്പ് ഒരു മെയിൽ വന്നു, ഫ്ലൈറ്റ് 40 മിനിറ്റ്സ് ലേറ്റാ പറഞ്ഞിട്ട്. അങ്ങനെ 10:30 എടുക്കേണ്ട ഫ്ലൈറ്റിന് ഞാൻ സമയം നോക്കിയപ്പോൾ 10:05 ആയിട്ട് ഞാനിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കൈ കഴുകിയിട്ട് ഗേറ്റിന് അങ്ങോട്ട് ഒരു ഓട്ടോ ആയിരുന്നു. എന്തോ ഭാഗത്തിന് ഞങ്ങൾ ചെന്നപ്പോൾ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മുടെ മലേഷ്യൻ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഞാൻ യാത്രയുടെ ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ മലേഷ്യയിൽ നമ്മുടെ ഹോട്ടലിൽ എത്തുന്ന വരെയുള്ള കാഴ്ചകൾ മാത്രമാണ് ഉള്ളത്. അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ അവിടെ എത്തുന്ന വരെയുള്ള വഴിയിലെ കുറേ ഗ്രാമങ്ങളും അതുപോലെ കോലാലംപൂർ സിറ്റി എത്തുന്ന വരെയുള്ള കുറച്ച് കാഴ്ചകളുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വഴിയും മറ്റും കണ്ടിരിക്കാനാണോ ഞങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ യാത്രയിലുള്ള വഴിയും മറ്റും കാണാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. പക്ഷേ അവിടെ എത്തുന്ന വരെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസും മറ്റും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആവും പറയുന്നുണ്ടാവുക. അപ്പോൾ ഒരു പക്ഷേ അത് സ്കിപ്പായി പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നുള്ള പരാതി പിന്നെ പറയരുത്. ഓക്കെ, അങ്ങനെ ഏകദേശം 4-4.25 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ മലേഷ്യൻ എയർപോർട്ടിലെത്തി. കൊച്ചി എയർപോർട്ടിൽ നിന്ന് നേരെ കോലാലംപൂർ എയർപോർട്ടിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. എന്തായാലും ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എയർപോർട്ടിൽ എത്തിയ ഉടനെ എന്തായാലും ഇമിഗ്രേഷനും ബാക്കിയും തീർത്തിട്ടാവാൻ ബാക്കിയെന്ന് കരുതിയിട്ട് നേരെ ഇമിഗ്രേഷൻ കൗണ്ടർ തിരഞ്ഞിട്ടായി നടത്തും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇമിഗ്രേഷൻ തീർത്ത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോലാലംപൂർ സിറ്റിയിലെത്താൻ വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലെ പാക്കേജിലല്ലാതെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ എത്തി എയർപോർട്ടിൽ എത്തിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഊബർ ഒക്കെ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഗ്രാബും. പക്ഷേ ഈ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു സിം കാർഡ് എന്തായാലും വേണ്ടി വരും. കാരണം വെരിഫിക്കേഷൻ കോഡ് വരെ നിങ്ങൾക്ക് അവിടെയുള്ള സിം കാർഡിലാവും. അതിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എയർപോർട്ടിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സിം കാർഡിന്റെ കൗണ്ടേഴ്സ് കാണാം. അവിടുന്ന് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സിം കാർഡാണോ വേണ്ടതെന്ന് കരുതിയാൽ അവിടുന്ന് തന്നെ ചൂസ് ചെയ്യാം. അൺലിമിറ്റഡ് ലോക്കൽ കോളും 15 GB ഡാറ്റയും 1 മന്ത് വാലിഡിറ്റിയിൽ വരുന്ന സിം കാർഡുകളാണ് കൂടുതൽ അവിടെ ഉള്ളത്. അതിന് വെറും 30 റിംഗറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 600 രൂപയുടെ അടുത്ത് മാത്രം. അപ്പോൾ നിങ്ങൾ ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഗ്രാബ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സിം കാർഡും വാങ്ങിയിട്ട് പിന്നെ നേരെ നിങ്ങൾ തിരയേണ്ടത് ലെവൽ 1 ആണ്. ലെവൽ 1-ലാണ് നിങ്ങൾക്ക് പോകാനുള്ള ക്യാബും അതുപോലെ നിങ്ങൾ ഒരു പക്ഷേ ബസ്സിലാണ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബസ്സൊക്കെ കിട്ടുന്നത് ലെവൽ 1-ലാണ്. L1-ൽ വന്നിട്ട്, അതായത് ലെവൽ 1-ൽ വന്നിട്ട് എക്സിറ്റ് നമ്പർ 5 എന്ന ഗേറ്റ് വഴി പുറത്തിറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പോകേണ്ട ക്യാബും മറ്റും അവിടെ വരും. അങ്ങനെ പുറത്തിറങ്ങി ഞാനൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്ക് നമുക്ക് പോകാനുള്ള ക്യാബ് എത്തി. ഗ്രാബിൽ എയർപോർട്ടിൽ നിന്ന് കോലാലംപൂർ സിറ്റി വരെ കാണിച്ചത് 123 റിംഗറ്റാണ്. അതായത് ഏകദേശം ഒരു 2200 രൂപ വരും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പോകുന്നത് കോലാലംപൂർ സിറ്റിയിലേക്കല്ല, എൻ്റെ കസിൻസ് ആയിട്ടുള്ള ഹബീബ് ക അതുപോലെ തന്നെ റഷീദ് ക, ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ എന്തായാലും അവരെ മീറ്റ് ചെയ്തിട്ട് വേണം അവിടുന്ന് പോകാനെന്ന് കരുതിയിട്ട് ആദ്യം ഞാൻ പോകുന്നത് ഇവിടെ മലേഷ്യയിലെ സെപ്പാങ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഞാൻ പോകുന്ന വഴിയിൽ തന്നെ അവരെ മീറ്റ് ചെയ്യാമെന്ന് കരുതാൻ കാരണം പ്രത്യേകിച്ച് ഒന്നുമല്ല. ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെ ചെക്കിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 3 മണിയാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും ഒരു 3 മണി ആവണം. അപ്പോൾ കരുതി എന്തായാലും പോകുന്ന വഴിയിൽ ഹബീബ് ഖാനെ മീറ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ളത്. എന്തായാലും ഞാൻ മലേഷ്യയിൽ എത്തിയത് വളരെ നല്ലൊരു സമയത്താണെന്നുള്ളത് പുറത്തുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സിലായി. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയത് തൊട്ട് കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മഴയാണ്. പോകുന്ന വഴിയിലുള്ള ഗ്രാമം അതുപോലെ പാടങ്ങൾ, തോട്, ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടാ ഓർമ്മ വന്നത്. ഇവിടെയൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ നാടുമായിട്ട് ഭയങ്കര സാദൃശ്യം ഉണ്ടായിരുന്നു. ഒരു നിമിഷം ഞാനൊന്ന് വെറുതെ ചിന്തിച്ച്, പടച്ചോനെ മലേഷ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുഗ്രാമത്തിലാണോ വന്നത് എന്ന്. ആ വിഷമം ഞാൻ ഡ്രൈവറെ അടുത്ത് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞത് അത് ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ളൂ ഗ്രാമങ്ങളുള്ളൂ, അതേ സ്ഥാനത്ത് നിങ്ങൾ KL സിറ്റിയുടെ ഭാഗത്തേക്ക് പോയാൽ അവിടെ ഇങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞ ആള്. എന്തായാലും നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഹബീബ് ക അയച്ചെന്ന് ലൊക്കേഷനിലെത്തിയിട്ട് ഞാൻ ആളെ വിളിച്ചു നോക്കിയപ്പോൾ ആൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കുട്ടി മാമ, ഞാൻ പെട്ടു മാമ. അവസാനം ആളുടെ ലാസ്റ്റ് സീൻ നോക്കിയപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ആൾ ഉറങ്ങിയിട്ടുള്ളത് മനസ്സിലായി. അതുകൊണ്ട് എണീക്കാൻ എന്തായാലും ലേറ്റ് ആയതാവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങളെ പറ്റിച്ചതാ മലേഷ്യ എന്ന് പറഞ്ഞിട്ട്. ഇതേതോ കാട്ടുമുക്കാണ് നമ്മളെ നാട്ടില്. വണ്ടികൾക്കൊക്കെ എന്തൊക്കെയോ വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റമില്ല. കോഴി പൊരിച്ച് നമ്മൾ അയാം കോറിങ് എന്ന് പറയും. അയാം കോറിങ്, ഓക്കെ. ഇത് ചെമ്മീന്, ഇതിന് ഉഡാൻ കോറിങ് എന്ന് പറയും. ഉഡാൻ കോറിങ്. പിന്നെ അയാം മസ സമ്പൽ എന്ന് പറയും. അയാം മസ സമ്പൽ, ഓക്കെ. അയാം മസ കിച്ചാപ്പ്. അയാം മസ കിച്ചാപ്പ്, കിച്ചാപ്പ്, ഓക്കെ. ആട്ടർച്ച, ആ കമ്പിങ് എന്ന് പറയും ഇവിടെ. കമ്പിങ്, 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 ഓക്കെ. സാധാ ചിക്കൻ കറി. ആ നമ്മുടെ നാട്ടിലെ തേങ്ങരച്ച് പോലത്തെ കറി അല്ലേ? കറി അയാം. ഫിഷാണ്. ഫിഷിന്റെ പേര് ഫിഷ് മെഗ എന്നറിയും. ഫിഷ് മെഗ, നമ്മളെ സാധാ ഫിഷ് കറി. ഫിഷ് കറി,
എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫിഷിന് വിൽക്കാന്ന് പറയും. നിക്ക ഈക്കാൻ. ഈക്കാൻ. ഓക്കെ. പിന്നെ ഇത് തെമ്പെ. ഇത് ഇവിടെ നമ്മുടെ നാട്ടിലില്ല. എന്താ ഫിഷ് എന്തെങ്കിലും അതോ ഇല്ല, ഇതൊരു വെജ് ഡിഷ്? ആ വെജിറ്റബിൾ പെട്ടതാണ്. അത് ശരി. എന്താ പേര്? ഇത് തെമ്പെ. തെമ്പെ. ഓക്കെ. ചേന പോലത്തെ ഒരു സംഭവം അല്ലേ? ചേനല്ല, ഇതങ്ങനെ സെപ്പറേറ്റ് ഇവർ ചെയ്യണം. അത് വേറെ എന്തോ ഒരു വിത്തെടുത്തിട്ട് അവർ അത് കീമോ പോലെ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഓർഡർ ചെയ്തതും അതും അല്ലേ? ഇതേതായിരുന്നു? ഇത് ചിക്കൻ തന്നെ. ചിക്കൻ്റെ എന്താ ഐറ്റം? ഇത് അയമ്മ സമേരാന്ന് പറയും. അയമ്മ സമേര. അത് ബീഫാ? ഇത് ബീഫ്. ഇത് ഓക്കെ. ഇത് ബീഫിന്റെ ലിവർ. ലിവർ അല്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ കഴിക്കാത്ത അയ്യോ വേണ്ട. വെജിറ്റബിൾസ് നമ്മുടെ നാട്ടിലുള്ള ഇതിപ്പോ ഒരുമാതിരി ജ്യൂസ് എടുക്കുന്ന പോലെയുള്ള ചായ തരുന്നവര്. രാവിലെ ഒരു ചായയും തുടങ്ങി. മലേഷ്യയിലുള്ള ഏതോ ഒരു റെസ്റ്റോറൻറ്റ് അൽസൈൻ എന്ന് പറഞ്ഞു. ഇവിടുത്തെ ചായ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെയാണ്. ഒരു ചായ ഓർഡർ ചെയ്താൽ മിനിമം ഒരു 2-3 പേർക്ക് കുടിക്കാനുള്ള സംഗതി ഉണ്ട്. എന്താ പറയാ, ഒരു ചെമ്പിലാണ് ചായ തരുന്നത്. എന്തായാലും ചായ പ്രേമികൾക്ക് പറ്റിയ സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ദോശയും അതുപോലെ ചിക്കൻ്റെ എന്തോ 2 ഐറ്റം. കെച്ചപ്പില്ലേ, നമ്മുടെ ടൊമാറ്റോ സോസിലുള്ള എന്തോ ഒരു ഗ്രേവിയാണ് ഇത്. നമുക്ക് ഇഷ്ടമാവുന്ന സാധനം. എൻ്റെ എക്സ്പ്രഷനിൽ ഉണ്ടായിരുന്നു എല്ലാ സംഗതിയും. ഇത് അവരുടെ കുറ്റമല്ല കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡ് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ റെസിപ്പി അങ്ങനെയാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ. ഇനി ഇതിവിടെ എല്ലാവരും കുടിക്കണം കണ്ടപ്പോൾ എനിക്കും എന്താ സംഭവം എന്ന് അറിയാനൊരു വല്ലാത്തൊരു ആഗ്രഹം. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാനും ഓർഡർ ചെയ്ത ഒരു ഗ്ലാസ്. സംഗതി വേറെ ഒന്നുമല്ല, ചുടുവെള്ളമല്ലേ, അതിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരു സ്ട്രോ ഇട്ട് തരും, അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ മനുഷ്യന്മാർ ചുടുവെള്ളം കുടിക്കും, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കും. ഈ ചുടുവെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ട് കുടിക്കേണ്ട സംഭവം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താവട്ടെ. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഹബീബ് ഖാനെ മീറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ അവിടുന്ന് കോളംബൂർ സിറ്റിയിലേക്കുള്ള യാത്രയിലാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ യാത്രയിൽ ഞാനും സജിലയും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ 2 അതിഥികളും കൂടെ ഉണ്ട്. ഒരു ഉമ്മയും മോളും. അവർ രണ്ടുപേരും കൂടെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ലാസ്റ്റ് മലേഷ്യയിൽ എത്തിയതാണ്. രണ്ടുപേരും ഒരൊറ്റ ദിവസം മാത്രമേ മലേഷ്യയിലുള്ളൂ. ഈ ദിവസം രാത്രി അവർക്ക് തിരിച്ച് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും മലേഷ്യ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു അവർ. കഴിഞ്ഞ ദിവസം രാത്രി അവർ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ കസിൻ ഹബീബ് ഖാന്റെ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ആളോട് സംസാരിച്ചപ്പോൾ ആൾ ഞങ്ങൾ വരുന്ന വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നാളെ കറങ്ങാൻ പോകാന്നുള്ള കാര്യം. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ യാത്ര ഉണ്ടാവുന്നത്. അവരെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കക്ഷികളാണ്. എന്തായാലും ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ രണ്ടുപേരും പ്രൊഫൈലിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. രണ്ടുപേർക്കും യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലെങ്കിലും രണ്ടുപേരും ഇൻസ്റ്റയിൽ അത്യാവശ്യം പോപ്പുലർ ആണ്. നിങ്ങൾ എന്തായാലും കോളംബൂർ സിറ്റിയിൽ നമ്മൾ എത്തുന്ന വരെയുള്ള വഴിയിലെ കാഴ്ചകൾ ആസ്വദിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്തായാലും ബാക്കിയുള്ള ട്രാവൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ 2024 ഉള്ളിലാണെങ്കിലുള്ള മാത്രമാണ്. അത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ മാറുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് വിസയുടെ കാര്യം അവിടെ തന്നെ തുടങ്ങാം. അതായത് ഡിസംബർ 2024 വരെ ഇന്ത്യൻസിന് മലേഷ്യയിലേക്ക് വിസ ആവശ്യമില്ല. 2025 തൊട്ടിട്ട് എന്താ പുതിയ നിയമം വരാൻ പോകുന്നുള്ള അറിയില്ല. ഒരുപക്ഷെ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ വിസ എടുത്തിട്ട് വരേണ്ടി വരും. ഓക്കെ, അപ്പോൾ വിസയുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനി എന്തായാലും നമ്മൾ ഫ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ട് 2 എയർലൈൻസ് ആണ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബറ്റിക് എയർ അതുപോലെ തന്നെ എയർ ഏഷ്യ. ഇത് രണ്ടുമാണ് കൊച്ചി എന്നുള്ള ഫ്ലൈറ്റുകൾ. അതേ സ്ഥാനത്ത് കോഴിക്കോട് നിന്നുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ അത് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ആണ് ഇപ്പം നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് ഓഗസ്റ്റ് 1 മുതലാണ് അവർ ഡയറക്റ്റ് മലേഷ്യയിലേക്കുള്ള ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് മലേഷ്യയിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇല്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഞാൻ ബുക്ക് ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്. ഞാൻ എടുത്തത് എയർ ഏഷ്യയുടെ ടിക്കറ്റ് ആയിരുന്നു. ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 15-16,000 ഉള്ളിലാണ് വരിക. അതൊരു പക്ഷേ നിങ്ങൾ പീക്ക് സീസൺ സമയത്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത് കൂടിയേക്കാം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ വൺ സൈഡ് മാത്രം അറൌണ്ട് 10,000 പ്ലസ് കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കേട്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. സംഗതി മറ്റൊന്നുമല്ല, നെൽവയും മുമ്പും അവർ ബാങ്കോക്കും മറ്റൊക്കെ പോയപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വന്നുള്ള സ്ഥലമാണ് ബാത്തു കേവ്സ്.
ഇവിടെ ശരിക്കും താഴെ നിന്നുള്ള കാഴ്ചയല്ല കാണേണ്ടത്, ആ സ്റ്റെപ്പുകൾ കയറിപ്പോയി മുകളിലുള്ള ഗുഹന്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണേണ്ടത്. പക്ഷെ നെൽവക്കും മുമ്പാക്കും തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് എയർപോർട്ട് എത്തേണ്ടത് കാരണം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നൊക്കെ പുറത്തുനിന്ന് മാത്രം കണ്ട് അവർ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. എന്തായാലും ഞാനും സജിലും ഒരു 5-6 ദിവസം അവിടെ ഉള്ള കാരണം ഞങ്ങൾ വേറൊരു ദിവസം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വരാമെന്ന് കരുതി. ഇന്നത്തെ ദിവസം എല്ലാ സംഗതികളും വെറുതെ ഒന്ന് പുറത്തുനിന്ന് മാത്രം കണ്ടിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനാണ് പ്ലാൻ. കാരണം ഞങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ഫ്ലൈറ്റിന് ലേറ്റ് ആവും. നമ്മുടെ ഡ്രൈവർ മാണിക്യത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ഇവിടുന്ന് ഇറങ്ങിയിട്ട് 1-2 സ്ഥലങ്ങളും കൂടെ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഷർട്ട് മാറ്റാൻ വേണ്ടി വന്നതായിരുന്നു. എന്തായാലും ലഗേജ് കണ്ടപ്പോഴാണ് വേറൊരു സംഗതി ഓർമ്മ വന്നത്. പറഞ്ഞുതരാം. വ്ലോഗിൽ വരുന്നുണ്ട്, കുഴപ്പമുണ്ടോ? அது கொஞ்சம் ஒரு ஏழை ஊர் மாரி இருக்கும். ഓക്കെ, അപ്പൊ ലഗേജിനെ കുറിച്ച് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിൽ ഒരാൾക്ക് 7 kg ഹാൻഡ് ലഗേജ് മാത്രമേ അലൗഡ് ഉള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ കൊണ്ടുവരാനോ മറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും ടിക്കറ്റിന്റെ ഫെയർ കൂടും. ഇനി സപ്പോസ് നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ലഗേജ് ഒന്നുമില്ല, ഒരാൾക്ക് മാത്രം എക്സ്ട്രാ ലഗേജിന്റെ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ടിക്കറ്റിന്റെ ഇത് വെച്ചിട്ട് 20 kg ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ഏഷ്യ ചാർജ് ചെയ്യുന്നത് 5500 ആണ്. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ലഗേജ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ബാത്തു കേവ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ വന്നിട്ടുള്ള ഈ സ്ഥലത്തിന്റെ പേരാണ് KL ടവർ. മലേഷ്യയിലെ പ്രധാന ഹൈലൈറ്റ് ആയിട്ടുള്ള പെട്രോണസ് ട്വിൻ ടവർ അല്ല, അതിന്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന KL ടവർ എന്ന് പറഞ്ഞ വേറൊരു ടവറാണിത്. 75 റിംഗറ്റ് പെർ ഹെഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ടവറിന്റെ മേലെ വരെ പോകാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ള മലേഷ്യയിലെ പ്രധാന അട്രാക്ഷൻ ആയിട്ടുള്ള ഈ സ്ഥലമാണ് പെട്രോണസ് ട്വിൻ ടവർ. ഇത് ഡേ ടൈമിൽ കാണുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി ഭംഗിയാണ് രാത്രി കാണാൻ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ തോന്നി എന്തായാലും ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങാന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ വിസയുടെ കാര്യം, അതിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം ഫ്ലൈറ്റിന്റെ കാര്യം. അടുത്തത് പറയാനുള്ളത് ഷോ മണിയുടെ കാര്യമാണ്. അതായത് നമ്മളൊരു രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് കാശ് ഉണ്ട് എന്നുള്ളത് അവിടെ ഇമിഗ്രേഷനിൽ ഒരു പക്ഷേ അവർ ചോദിക്കുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വേണം. ഞാൻ ചോദിച്ച എല്ലാവരും പറഞ്ഞത് എയർപോർട്ടിൽ നിന്ന് അവരെന്തായാലും അത് ചോദിക്കും, അപ്പോൾ എങ്ങനെയായാലും നാട്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് കയ്യിൽ ക്യാഷ് വെച്ചോ എന്നുള്ള കാര്യമായിരുന്നു. ഇവരുടെ മലേഷ്യയുടെ വെബ്സൈറ്റിൽ പറയുന്നത് പെർ ഹെഡ് 1000 റിംഗറ്റ് കയ്യിൽ വെക്കണം എന്നുള്ള കാര്യമാണ്. നിക്കാഹ് കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കറൻസി മാറ്റിയെടുക്കാൻ എനിക്ക് അധികം സമയം കിട്ടിയില്ല. പോരുന്ന ദിവസമാണെങ്കിൽ ഒരു സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ഓടി പിടിച്ച് പല സ്ഥലത്തും തെരഞ്ഞു നടന്നിട്ട് അവസാനം എനിക്ക് ആകെ കിട്ടിയത് വെറും 800 റിംഗറ്റ് മാത്രമാണ്. അപ്പൊ ഞാൻ എന്റെ കസിൻ ഹബീബ് ഖാനെ വിളിച്ചു വെച്ചപ്പോൾ ആള് പറഞ്ഞു റിംഗറ്റ് ഇല്ലെങ്കിൽ ഡോളർ ആയാലും മതിയെന്ന്. പറഞ്ഞു നമ്മുടെ ഹോട്ടൽ എത്തിയത് പറയാൻ മറന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ സിൽക്ക മേ ടവർ. ഹോട്ടലിലെ വിശേഷവും ഹോട്ടൽ ബുക്കിങ്ങിന്റെ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം എന്തായാലും. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്, ഷോമണയുടെ കാര്യത്തിലല്ലേ. അങ്ങനെ ഞാൻ പോയിട്ട് ബാക്കിയുള്ള ക്യാഷിന് $US ആയിട്ട് വാങ്ങി. അങ്ങനെ ഞാൻ പോരുന്ന സമയത്ത് ഒരു $750 അതുപോലെ ഒരു 800-860 എന്തോ റിംഗറ്റുമാണ് കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 4:00 കൂടിയിട്ട് ഞങ്ങൾ ഹോട്ടലിലെത്തി. ഞങ്ങളവിടെ ഞങ്ങളെ ഹോട്ടലിൽ ഇറങ്ങി അവർ രണ്ടുപേരും നേരെ എയർപോർട്ടിലേക്ക് പോയി. അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഇന്നത്തെ യാത്ര ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര രസമായിരുന്നു അത്. ഇനി ഒന്ന് പോയി ഉറങ്ങി എണീറ്റിട്ട് രാത്രി പുറത്തിറങ്ങാന്ന് കരുതി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.